ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരനോട് ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. 22 വർഷം മുമ്പ് വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എന്ന്. പക്ഷേ അപ്പോൾ ഗംഗാധരൻ അത് മറുപടി പറയണില്ല കേട്ടോ. അത് പിന്നെ ബാലേന്ദ്രനോട് ആരാ ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയണം, വേണ്ട, ചോദ്യം വേണ്ട, എനിക്ക് വേണ്ടത് ഉത്തരാണ്. ഒരേ ഒരു ചോദ്യം മാത്രമേ ഞാനിപ്പോൾ ചോദിച്ചിട്ടുള്ളൂ, അതിനുള്ള ഉത്തരാണ് എനിക്ക് വേണ്ടത്. അല്ലാണ്ട് ഇതിന് പകരം വേറൊരു ചോദ്യം എന്നോട് ചോദിക്കല്ല എന്ന് പറയുകയാണേ. പക്ഷേ ഗംഗാധരനാണെന്നുണ്ടെങ്കിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാവാണ് കേട്ടോ. ഗംഗാധരൻ ഒന്നും ഇടാതെ ഇങ്ങനെ തല മുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഗംഗേട്ട, നിങ്ങൾ എന്നെ ഒരു അനിയനെ പോലെ സ്നേഹിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ എൻ്റെ ശരിക്കും സ്വന്തം അനിയനായിട്ടാണ് കാണുന്നതെന്ന്. നിങ്ങൾ എന്നെ ചതിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും മാലതി കോൾ ചെയ്യാനായിട്ട്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ മാലതി ചോദിക്കും, എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആകെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അയാൾ എൻ്റെ തലയിൽ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ബാലേന്ദ്രൻ പറയണത് വൈജയന്തി 22 വർഷം മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരമാണ് അയാൾക്ക് വേണ്ടത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആരാ പറഞ്ഞത് എന്ന് ഇങ്ങനെ ചോദിക്കേണ്ട. മാത്രമല്ല ആഗ്രയിലെ കാര്യവും തിരുവനന്തപുരത്തെ കാര്യം ഒക്കെ അറിഞ്ഞോന്ന് ചോദിക്കണം. അതൊന്നും അറിയില്ല. ഈ ഒരു ചോദ്യം മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അതിനുള്ളൊരു ഉത്തരം മാത്രമേ അയാൾക്ക് വേണ്ടൂ എന്നാണ് അയാൾ പറയുന്നത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ മാലതി പറയുന്നുണ്ട്, എന്തായാലും ബാലേന്ദ്രൻ കൊണ്ട് ഇങ്ങോട്ട് വായു എന്നൊക്കെ പറയും. അതിനുശേഷം റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഗംഗാധരൻ. അപ്പോൾ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ഗംഗാധരനോട് വീണ്ടും ചോദിക്കുകയാണ്, ഗംഗേട്ട, നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞിട്ടില്ല പറയുകയാണേ. മറുപടി ഒരു കുടുംബം മുഴുവൻ ചേർന്ന് എന്നെ ചതിച്ചില്ലേ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എനിക്കിപ്പോഴും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. എന്നെ സ്വന്തം അനിയനെ പോലെ സ്നേഹിച്ച് എന്നെ കൊണ്ട് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുമെന്ന്. പക്ഷേ നിങ്ങൾ എനിക്ക് തന്ന സഹതാപത്തിൻ്റെ പേരിലാണല്ലേ, പിഴച്ചു പോയൊരു പെങ്ങളെ എൻ്റെ തലയിൽ കെട്ടി വെച്ചതിൻ്റെ പേരിലാണല്ലേ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ പറയുകയാണേ. നിങ്ങളുടെ മുറ്റത്ത് വന്ന് നിന്ന് വൈജയനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങളുടെ മുറ്റത്ത് നിന്ന് എന്നെ ആട്ടി ഓടിച്ചിട്ടുള്ളതാണ് നിങ്ങൾ. എന്നിട്ട് പിന്നീട് അവളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നു. നിങ്ങളുടെ പെങ്ങൾ ആരെ കൂടെയൊക്കെ വ്യഭിചരിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അവൾ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചിരുന്നു, അതുമാത്രമേ എനിക്കറിയണ്ടൂന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ അവസാനം ഗംഗാധരൻ തുറന്നു പറയുകയാണ്, വൈജയന്തിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. 22 വർഷം മുമ്പ് വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ള കാര്യം പറയുന്നതോട് കൂടിയിട്ട് ബാലേന്ദ്രൻ ആകെ തകർന്നു പോകുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ആകെ വിഷമിച്ചിട്ട് സങ്കടത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത്, ചതിച്ചതാണല്ലേ എന്നെ, നിങ്ങളെന്നെ ചതിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര പ്ലീസ് ബാലേന്ദ്ര, അന്ന് വൈജയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് വേണ്ട, നിങ്ങളെ പെങ്ങൾ ആരെ കൂടെയൊക്കെ പോയിട്ടുണ്ട്, ആരെ കൂടെയൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളതോ കഥകളൊന്നും എനിക്കറിയണ്ട. എനിക്ക് ഒരേ ഒരു ഉത്തരം മാത്രം മതിയായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആകെ വിഷമിച്ചിങ്ങാണ്ട് ബാലേന്ദ്രൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ. ഗംഗാധരനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ബാലേന്ദ്രൻ മുറിയിലേക്ക് തന്നെ തിരികെ വരികയാണ്. അപ്പോൾ അവിടെ ഫുഡൊക്കെ കൊണ്ടുവയ്ക്കണം കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ അതൊക്കെ തട്ടി വലിച്ചെറിഞ്ഞു. ആരാടാ നിന്നോട് ഇതൊക്കെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയാണ് കേട്ടോ. അങ്ങനെ ഗംഗാധരൻ വന്ന് നോക്കുമ്പോൾ താഴെ കറിയൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്ര, തനെന്തി കാണിക്കുന്നത്, ബാലേന്ദ്ര പ്ലീസ് ബാലേന്ദ്ര എന്ന് പറഞ്ഞിട്ടിങ്ങനെ ആളെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ റൂം പോയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കൂട്ടി വരികയാണ് കേട്ടോ, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ വരുമ്പോഴത്തേനും ഗംഗാധരൻ ചെന്ന് കണ്ടിട്ട് അവരോട് സോറി പറയാണ്. സോറി, അറിയാതെ അങ്ങനെ ചെയ്തു പോയതാണ്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവരെ കൂളാക്കിയിട്ട് വിടുകയാണേ. അപ്പോഴും ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ മദ്യപിച്ചിട്ടുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ ഇങ്ങനെ ആടി നിൽക്കുകയാണേ. അതിനുശേഷം ബാലേന്ദ്രൻ്റെ തോളിൽ വന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാലതി അവിടുത്തെ സെർവൻറ്റിനോട് ഫുഡ് ഉണ്ടാക്കാനൊക്കെ പറയണം കേട്ടോ. ചിക്കനും വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണേ ബാലേന്ദ്രന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഗംഗാധരൻ വരികയാണ് കേട്ടോ. അപ്പോൾ മാലതി ചോദിക്കും, എന്താ ബാലേന്ദ്രൻ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ വന്നിട്ടില്ല, അയാളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എന്താ അയാൾ ചോദിക്കുന്നത്, അയാൾക്ക് ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, 22 വർഷം മുമ്പ് വൈജയന്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്നാണ് അയാൾക്ക് അറിയേണ്ടത്. അപ്പോൾ എന്നിട്ട് ഗംഗേട്ടൻ എന്ത് പറഞ്ഞു, ഞാനത് തുറന്ന് സമ്മതിക്കാതെ നിവർത്തിയില്ല മാലതി, എന്തിനാ ഗംഗേട്ടൻ അത് സമ്മതിച്ചതെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പിന്നെ അയാൾ മുഴുവൻ കഥകൾ അറിഞ്ഞിട്ടാണ് മാലതി വന്നിട്ടുള്ളത്, സത്യാവസ്ഥ മുഴുവൻ അറിഞ്ഞിട്ടാണ് അയാൾ വന്നിട്ടുള്ളത്, അല്ലാണ്ട് വെറുതെ അല്ല വന്നിട്ടുള്ളതെന്ന് പറയാം കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതിപ്പോൾ ബാലേന്ദ്രൻ അറിഞ്ഞേക്കാളും വലിയ പ്രശ്നമായിരിക്കും ഇനി വൈജയന്തി ഈ ബാലേന്ദ്രൻ അറിഞ്ഞു എന്ന് അറിയുമ്പോൾ എന്ന് പറയട്ടോ. ഓ എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് മാലതി, നീ എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ എന്ന് പറയുകയാണേ. അപ്പോൾ മാലതി പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇനി ബാലേന്ദ്രൻ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കളയോ എന്ന് ചോദിക്കുക. കാറ് ഇവിടെ എടുക്കല്ലേ, ഇവിടെ വരാണ്ട് പോകൂല, നമുക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് വിടാം. ഗംഗേട്ടൻ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഞാനും കൂടെ വരാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയായിരിക്കും. ആ ശരി, എന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് അയാളുടെ അടുത്തേക്ക് പോകാം എന്ന് ഗംഗാധരൻ പറയുകയാണേ. പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് കുപ്പികൾ ഒഴിഞ്ഞിട്ടുണ്ട്, അത്രയധികം കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് മാലതിയും ഗംഗാധരനും കൂടിയിട്ട് അവിടേക്ക് വരുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ മാലതി ആകെ ഞെട്ടിപ്പോകാനിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ബാലേന്ദ്ര എന്ന് ചോദിക്കുകയാണ്. ആ അറിയില്ല, എന്തായാലും നോക്കട്ടെ എന്ന് പറയുകയാണ്. അതിനുശേഷം മാലതി എന്നിട്ട് പറയാണ് ബാലേന്ദ്രനോട്, ബാലേന്ദ്ര വൈജയന്തിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, അത് ഞങ്ങൾ സമ്മതിച്ചു തരുന്നു എന്ന് പറയണ്ട. ഓഹോ, സമ്മതിച്ചു തരുന്നത് ഇപ്പോഴാണോ? 22 വർഷങ്ങൾക്ക് ശേഷമാണോ നിങ്ങൾ സമ്മതിക്കുന്നത്? ഈ 22 വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, 23 വർഷം മുമ്പ് വൈജ നിങ്ങളുടെ ആരുമല്ലായിരുന്നു, പക്ഷേ അതിനുശേഷം ഈ സംഭവിച്ച കഥകളെക്കുറിച്ച് പറയേണ്ട ആവശ്യകത ഇപ്പോഴില്ല. അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇപ്പം നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, 3 പിള്ളേരുണ്ട്, ഇളയ മോൾക്ക് 14 വയസ്സായി. ആ കുട്ടികളുടെ ജീവിതം എന്താവും എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എനിക്കെന്തിന് ഇനി ജീവിതം, എനിക്കെന്തിനാണ് ഇനി ലൈഫ്, എനിക്കെന്തിനാണ് ഇനി കുടുംബം, എല്ലാം പോയി, എല്ലാം നശിച്ചു. 22.5 വർഷം ഞാൻ പറ്റിക്കപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ മാലതി പറയുന്നുണ്ട്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്നൊക്കെ മാലതി പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് ബാലേന്ദ്രൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്കിനി ഇതോടുകൂടി ലൈഫ് തീർന്നു, എല്ലാവരോടും ഞാൻ കണക്ക് ചോദിക്കും, നിങ്ങളോടും ഞാൻ കണക്ക് ചോദിക്കും, എന്നെ ചതിച്ചവരോടൊക്കെ കണക്ക് ചോദിക്കും, വൈജയോടും ഞാൻ കണക്ക് ചോദിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ. അപ്പോൾ മാലതി പറയുന്നുണ്ട്, ബാലേന്ദ്രൻ ഒന്നും മനസ്സിലാക്കുക, കഴിഞ്ഞു പോയത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടുണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നത്. പ്രമോ കാണിച്ചിരിക്കുന്നതും അതൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു കുടുംബം മുഴുവൻ ചേർന്ന് ഒത്തു കളിച്ച് എന്നെ ചതിച്ചു, എന്നെ പൊട്ടനാക്കി എന്നൊക്കെ പറയുന്നത് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഫോൺ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രനെ കുറിച്ചിട്ട്. ഇതേ സമയം ഗംഗാധരനുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചും വിഷമിച്ച് നിൽക്കുകയാണ്. ഇവരോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരികയാണ്. പിന്നീട് കാണിക്കുന്നത് ഗംഗാധരൻ്റെ ഭാര്യനോട്, അതായത് മാലതിനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, 22 വർഷം മുമ്പ് ഒരു പെൺകുട്ടീനെ പ്രസവിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ പെൺകുട്ടി എവിടെ, ആ പെൺകുട്ടി ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. കാരണം സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞിട്ടുള്ളത്, അതായത് വൈജയന്തിയുടെ അച്ഛൻ ഗംഗാധരനോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഓർഫനേജിൽ വെച്ചിട്ട് ആ കൊച്ചു മരിച്ചു പോയി എന്നാണ് കേട്ടോ. ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഗംഗാധരനോ മാലതിക്കോ ആർക്കും അറിയില്ല. പിന്നെ നമ്മളെ വൈജ ബാലേന്ദ്രനെ അന്വേഷിച്ച് ഒരുപാട് സ്ഥലത്തൊക്കെ പോകുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.